പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എത്രത്തോളം സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നു, അതുപോലെ ഇരിക്കും നമ്മുടെ എക്സാംസിൽ, പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്. എന്നും നമ്മൾ കുറച്ച് സമയം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാനും സാധിക്കും. ഇന്ന് മാർച്ച് 20 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: അശോക് മേനോൻ, ഷിർസി വി ടു ബി സ്വോൺ ഇൻ ആസ് ഉപലോക് ആയുക്താസ്. അശോക് മേനോൻ, ഷിർസി വി എന്നിവർ ഉപലോക് ആയുക്തകളായി സത്യപ്രതിജ്ഞ ചെയ്യും. കേരളവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 20 കേരളത്തിലെ ഉപലോക് ആയുക്തകളായി ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യും? മുൻ കേരള ഹൈക്കോടതി ജഡ്ജിമാരായ അശോക് മേനോൻ, ഷിർസി വി. കേരളത്തിന്റെ ഒരു ആന്റി കറപ്ഷൻ ബോഡിയാണ് ആയുക്ത, ലോക് ആയുക്ത എന്ന് പറയുന്ന ഇത്. കേരളം സ്റ്റേറ്റ് ആണെങ്കിൽ, സെൻട്രലിലാണെങ്കിൽ, കേന്ദ്രത്തിലാണെങ്കിൽ അത് ലോക്പാൽ ആണ്. കേരളത്തിന്റെ ലോക് ആയുക്തയിലെ ഉപലോക് ആയുക്ത്, അതായത് ഡെപ്യൂട്ടീസ് ആയിട്ടാണ് ഇപ്പോൾ മുൻ കേരള ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള അശോക് മേനോൻ, ഷിർസി വി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്, അതായത് മാർച്ച് 20 ഇന്ന്. കേരളത്തിലെ ഇപ്പോഴത്തെ ലോക് ആയുക്ത് ആരാണ്? ജസ്റ്റിസ് N. അനിൽകുമാർ. കേരളത്തിന്റെ ദ കറന്റ് ചെയർപേഴ്സൺ ഓഫ് ലോക് ആയുക്ത ഓഫ് കേരള അത് ജസ്റ്റിസ് N. അനിൽകുമാറാണ്. അദ്ദേഹമാണ് കേരളത്തിന്റെ ലോക് ആയുക്തയുടെ ഹെഡ്. ഇന്ത്യയുടെ ലോക്പാലിന്റെ ദേശീയ അഴിമതി വിരുദ്ധ സംഘടന ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? അജയ് മാണിക്കറാവു ഖാൻവിൽക്കർ. ലോക്പാൽ എന്ന് പറയുമ്പോൾ ഇതൊരു നാഷണൽ ആന്റി കറപ്ഷൻ ബോഡിയാണ്. ഇതിന്റെ ചെയർപേഴ്സൺ ആണ് അജയ് മാണിക്കറാവു ഖൻവാൽക്കർ. ചെയർപേഴ്സണും 8 മെമ്പേഴ്സ് ആണ് ലോക്പാലിലുള്ളത്. 2013 ലോക്പാൽ ആക്ട് സെക്ഷൻ 3 പ്രകാരമാണ് ലോക്പാൽ എന്ന ഒരു ഇൻഡിപെൻഡന്റ് ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഇതിന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് അജയ് മാണിക്കറാവു ഖൻവാൽക്കർ. കേരളത്തിന്റെ ഹെഡ് ആണ് ജസ്റ്റിസ് N. അനിൽകുമാർ, ലോക് ആയുക്ത ഓഫ് കേരള. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഗൂഗിൾ ഫസ്റ്റ് എവർ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എലൻ മസ്ക്. എലൻ മസ്കിന്റെ പിന്തുണയോടെ ഗൂഗിൾ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ഗൂഗിൾ വിക്ഷേപിച്ചു. ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് ഗൂഗിൾ വിക്ഷേപിച്ചിട്ടുള്ളത് എലൻ മസ്കിന്റെ സഹായത്തോടുകൂടി. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 14 സ്പേസ് എക്സ് വിക്ഷേപിച്ച ഗൂഗിളിന്റെ ആദ്യ ഉപഗ്രഹത്തിന് പേരെന്താണ്? ഫയർസാറ്റ് ഉപഗ്രഹം. ഫയർസാറ്റ് സാറ്റലൈറ്റ് എന്ന ഒരു ഉപഗ്രഹമാണ് ഗൂഗിളിന്റെ ആദ്യത്തെ സാറ്റലൈറ്റ്. ഇത് മാർച്ച് 14 സ്പേസ് എക്സിന്റെ സഹായത്തോടുകൂടി വിക്ഷേപിച്ചു. ഫയർസാറ്റ് സാറ്റലൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഗൂഗിളിന്റെ ഫയർസാറ്റ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം എന്താണ്? കാട്ടുതീ നേരത്തെ കണ്ടെത്തൽ, മെച്ചപ്പെട്ട പ്രതികരണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോസ് ആഞ്ചലസിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയ പല സ്ഥലങ്ങളിലും കാണുന്ന കാട്ടുതീ. കേരളത്തിലും അനുഭവപ്പെടാറുണ്ട് കാട്ടുതീ. ഇത് ഏതാണ്ടൊക്കെ കുറേ സമയം കഴിയുമ്പോഴൊക്കെയാണ് അറിയുന്നത്. എന്നാൽ ഗൂഗിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫയർസാറ്റ് ഓരോ ഇടവേളയിലും അത് ചെക്ക് ചെയ്യുകയും എവിടെയെല്ലാം കാട്ടുതീ ഉണ്ടെന്ന് അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അറിയിക്കുക എന്നതാണ് ഈ ഒരു പുതിയ സാറ്റലൈറ്റ് ഫയർസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റിന്റെ ലക്ഷ്യം. ഗൂഗിളിന്റെ ഫയർസാറ്റ് ഉപഗ്രഹം ഏത് ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസ്. കാലിഫോർണിയയിലെ ഒരു സ്പേസ് ഫോഴ്സ് സ്പേസ് ലോഞ്ചിങ് സ്റ്റേഷൻ ആണ്. ഈ ലോഞ്ചിങ് സ്റ്റേഷനിലാണ് ഗൂഗിളിന്റെ ആദ്യത്തെ സാറ്റലൈറ്റ് ഫയർസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഗൂഗിളിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സുന്ദർ പിച്ചെ. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഗൂഗിൾ അത് സുന്ദർ പിച്ചെ ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ശ്രീമതി ദ്രൗപദി മുർമു പ്രസന്റഡ് ദി 19th രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ്. ശ്രീമതി ദ്രൗപദി മുർമു 19ാമത് രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു സമ്മാനിച്ച ഒരു അവാർഡ് ആണ് 19ാമത്തെ രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ്. എന്താണ്, ഏത് ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ് രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 19 19ാമത്തെ രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡുകൾ ആരാണ് സമ്മാനിച്ചത്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് 19ാമത്തെ രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ് സമ്മാനിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും
ഏത് മേഖലയിലാണ് രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡുകൾ നൽകുന്നത്? പത്രപ്രവർത്തനം. ജേർണലിസവുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ് രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ്. എല്ലാ വർഷവും നൽകുന്ന ഒരു അവാർഡ് ആണത്. ഈ പ്രാവശ്യം മാർച്ച് 19 തീയതിയാണ് രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു സമ്മാനിച്ചിട്ടുള്ളത്. രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ് ആരംഭിച്ച വർഷം 2006. 2006 മുതൽ എല്ലാ വർഷവും നൽകുന്ന ജേർണലിസവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു അവാർഡ് ആണ് രാംനാഥ് ഗോയങ്ക എക്സലൻസ് അവാർഡ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കൃഷ്ണമാചാരി ശ്രീകാന്ത് നെയ്മഡ് ഗുഡ്വിൽ അംബാസഡർ ഓഫ് വിഷൻ 2020. കൃഷ്ണമാചാരി ശ്രീകാന്തിനെ വിഷൻ 2020യിലെ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിഷൻ 2020 ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? കൃഷ്ണമാചാരി ശ്രീകാന്ത്. വിഷൻ 2020 എന്നാൽ ഇത് എന്താണ്? വിഷൻ 2020 എന്ന് പറയുമ്പോൾ ഇതൊരു ഏജൻസിയാണ്, ഇതൊരു ഓർഗനൈസേഷൻ ആണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ആയി ബന്ധപ്പെട്ട്, കാഴ്ചയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് വിഷൻ 20. 1999 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു ഏജൻസി ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഗുഡ്വിൽ അംബാസഡർ ആണ് കെ ശ്രീകാന്ത്, അതായത് മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള കെ ശ്രീകാന്ത്. വിഷൻ 2020യുടെ ഗുഡ്വിൽ അംബാസഡറുടെ ലക്ഷ്യം എന്താണ്? രാജ്യത്ത് ഒഴിവാക്കാവുന്ന അന്ധത ഇല്ലാതാക്കൽ. ബ്ലൈൻഡ്നെസ് എന്നത് എത്രത്തോളം നമുക്ക് മരുന്നുകൾ നൽകിക്കൊണ്ട്, ചികിത്സ നൽകിക്കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ് വിഷൻ 20യുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ എത്ര പേര് അന്ധരാണ്? 4.8 ദശലക്ഷം. 4.8 മില്യൺ പീപ്പിൾ ഇന്ത്യയിൽ ഇന്ന് ബ്ലൈൻഡ്നെസ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് വിഷൻ 2020. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി ആനുവൽ കോൺഫറൻസ് 2025. നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി വാർഷിക സമ്മേളനം 2025. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി വാർഷിക സമ്മേളനം 2025 എവിടെയാണ് നടന്നത്? ന്യൂഡൽഹി. NDTL എന്നറിയപ്പെടുന്ന നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി, ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ സ്പോർട്സ് താരങ്ങൾ അവരുടെ മയക്കുമരുന്ന്, അവരുടെ ഉത്തേജന മരുന്നുകൾ ഇവ കഴിക്കുന്നുണ്ടോ, ഇതിൻ്റെ ടെസ്റ്റിംഗ് ലബോറട്ടറിയാണ്. നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറിയുടെ ആനുവൽ കോൺഫറൻസ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് നടന്നത് ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി വാർഷിക സമ്മേളനം 2025ന്റെ പ്രമേയം എന്താണ്? ആന്റി ഡോപ്പിംഗ് സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ചലഞ്ച്. ഉത്തേജക വിരുദ്ധ ശാസ്ത്രം, നൂതനാശയങ്ങളുടെ വെല്ലുവിളികളും. ഇന്ന് ഉത്തേജന മരുന്നുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉള്ള ഒരു മേഖല എന്ന് പറയുമ്പോൾ ഉത്തേജക മരുന്നാണ്. ഇത് നിരവധി സ്പോർട്സ് പേഴ്സൺസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിനെ തടയുകയും അതനുസരിച്ച് ഓരോ ഈവൻറ്റുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് NDTL. NDTL വാർഷിക സമ്മേളനം 2025 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. യൂണിയൻ മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ, ഇദ്ദേഹം ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഒപ്പം മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ്. ഇദ്ദേഹമാണ് നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഇതിന്റെ ആനുവൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്: രാജീവ് യുവ വികാസ് സ്കീം. രാജീവ് യുവ വികാസ് പദ്ധതി. എവിടെയാണ് രാജീവ് യുവ വികാസ് സ്കീം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാജീവ് യുവ വികാസം പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. തെലങ്കാനയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീം ആണ് രാജീവ് യുവ വികാസ് സ്കീം. രാജീവ് യുവ വികാസ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സ്വയം തൊഴിലും സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. 3 ലക്ഷം രൂപ വരെയും ലോൺ നൽകിക്കൊണ്ട് യുവാക്കൾക്ക് അവരുടെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് അതിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുക, അവരെ ക്ഷണിക്കുക എന്നതാണ് രാജീവ് യുവ വികാസ് സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന യുവാക്കളെ സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് ആകർഷിക്കുക എന്നതാണ് തെലങ്കാനയിൽ ആരംഭിച്ചിട്ടുള്ള രാജീവ് യുവ വികാസ് സ്കീമിന്റെ ലക്ഷ്യം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 18ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.